الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം നിറയുന്നത് എല്ലാവരോടുമുള്ള നന്ദിയാണ്. കാരണം ഇന്ന് നാം ആഘോഷിക്കുന്നത് ഒരു പരിപാടിയല്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ, കരുണയുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും ഒരു മഹത്തായ യാത്രയാണ്. രോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരാളുടെ കൈകളിൽ സ്വാതന്ത്ര്യമായി കൈ ചേർത്ത് വെക്കുവാൻ കഴിയുന്നവരാണ് നമ്മുടെ വോളണ്ടിയർമാർ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ, പ്രശസ്തി ആഗ്രഹിക്കാതെ, സ്വന്തം കുടുംബത്തിൻ്റെയും ജോലിയുടെയും ഇരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി മറ്റൊരാളുടെ കണ്ണീർ തുടയ്ക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഈ മഹത് മനുഷ്യരാണ് നമ്മുടെ ഹോസ്പീസിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ചില സേവനം ഒരിക്കലും വില പറയാൻ കഴിയില്ല. എന്നാൽ ഒരു രോഗിയുടെ മനസ്സിൽ പ്രതീക്ഷ നിറക്കുന്ന പുഞ്ചിരിയോടെ അവസാന നാളിൽ ഓർക്കാനും നൽകുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും നൽകാനാവില്ല. ഈ അമൂല്യമായ സേവനമാണ് നമ്മുടെ വോളണ്ടിയർമാർ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കാൻ കാരണം നിരവധി നല്ല മനസ്സുകളുടെ കൂട്ടായ പരിശ്രമമാണ്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായും പിന്തുണ നൽകുന്ന എല്ലാ മനസ്സുകൾക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നടന്നു വരുന്ന ഒരു മഹത്തായ സംരംഭമാണ് PTH നേരത്തെ CH സെൻ്ററുകളിലൂടെ രോഗികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന CH സെൻ്ററിനെ കൂടാതെ PTH എന്ന സംവിധാനം കൂടി മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് മാറിയിരിക്കുകയാണ്. സ്വന്തം വീടുകളിൽ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിപാലിക്കാനും അവർക്കാവശ്യമായ ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് PTH എന്ന സംവിധാനം രൂപീകരിച്ചിട്ടുള്ളത്. മുമ്പില്ലാത്ത വിധം പാലിയേറ്റീവ് സംഘടനകളും അതിൻ്റെ പ്രവർത്തനവും കേരളത്തിലാകെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സംരംഭമെടുത്ത് നോക്കിയാലും ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിൽ രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പ്രായം കൂടുന്തോറും അവരെ ശുശ്രൂഷിക്കാൻ ആളുകളില്ലാത്ത വിധത്തിൽ കഷ്ടപ്പെടുന്ന വയോധികരും നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ സഹായിക്കാനും അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാനും സാധിക്കത്തക്ക നിലയിൽ ഒട്ടേറെ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചികിത്സ പൂർണ്ണമായി പരാജയപ്പെട്ടയിടത്ത് അവർക്കിനി സാന്ത്വന പരിചരണമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തുമ്പോൾ ആ സാന്ത്വന പരിചരണത്തിലൂടെ വലിയ നിലയിൽ ആശ്വാസം പകരാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം മുമ്പിലുള്ള അനുഭവം കൂടിയാണ്. സാദുള്ളി ഇവിടെ സൂചിപ്പിച്ചു, പരിയാരത്തുള്ള CH സെൻ്റർ 54 രോഗികൾക്ക് ഇപ്പോൾ ആവശ്യമായ സഹായം ചെയ്തു വരുന്നുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് ഡയാലിസിസ് നൽകാൻ സാധിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുക എന്നത് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന
ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം നിർവഹിക്കാൻ കഴിയത്തക്ക രീതിയിൽ മുസ്ലിം ലീഗ് അതിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള KMCC ഉൾപ്പെടെയുള്ള വിദേശ മലയാളി സംഘടനകൾ ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല നിലയിൽ, മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രതിഫലവും കാക്ഷിക്കാതെയാണ് ഈ രംഗത്ത് വളണ്ടിയർമാർ സേവനമനുഷ്ഠിക്കുന്നത്. അങ്ങനെ വളണ്ടിയർമാരായി സേവനമനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന ആളുകളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള വളണ്ടിയർമാർ, അതിൽ ബഹുഭൂരിപക്ഷവും വനിതാ വളണ്ടിയർമാരാണ്. അപ്പോൾ അവരുടെ സേവനങ്ങൾ, അവരുടെ സഹായങ്ങൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വളണ്ടിയർമാരുടെ ഡ്രസ് കോഡാണല്ലോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്ന്. നിങ്ങളുടെ വളണ്ടിയർമാരുടെ ഡ്രസ് കോഡ് എന്താണ് എന്ന് ഞാൻ വരുമ്പോൾ അറിയുമായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അതൊരു മനപ്പൊരുത്താണ്. ആ വാനലിയിലേക്ക് ഈ സാന്ത്വന പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനെല്ലാ സഹായവും MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ആദ്യമായി എന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 22-23 വർഷമായി ഒരു പാലിയേറ്റീവ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നലെ മുളച്ച പി ടീച്ചറോട് ലേശൊരു അസൂയ ഉണ്ടെന്ന് അറിയാൻ അതിലേക്ക് മടിയില്ല. കാരണം അത്ര ചിട്ടയോടെ നടത്തുന്ന, ഇതുപോലൊന്ന് നടത്താനാണ് തുടങ്ങി വെച്ചതെങ്കിലും അതിൻ്റെ അടുത്തെവിടെയും എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള അറിയും. എൻ്റെ പരിമിതിക്കുള്ളിൽ വെച്ച് നമ്മളെ ടീം കുറച്ച് ചെയ്യുന്നുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇതിന് പ്രവർത്തിക്കുന്ന അറിയാം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ധനസമാഹരണമോ ഇതിനുണ്ടാകുന്ന സാമഗ്രികൾ കിട്ടാനോ മറ്റോ ഒന്നല്ല പ്രശ്നം ഇതിന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറുള്ള വോളണ്ടിയേഴ്സിൻ്റെ ക്ഷാമമാണ്. അത് ഒരു പക്ഷേ ഏകദേശം ഒരു 75-80% പരിഹരിച്ച ഒരു പ്രസ്ഥാനമാണ് PTH എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് നിങ്ങളുടെ വിജയമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂടെ ഉള്ളതാണെന്ന് ധരിക്കണം. നിങ്ങളെ എന്താവശ്യത്തിനും എന്നെ വിളിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. പയ്യന്നൂർ PTH ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തന രംഗത്തേക്ക് ഉയർന്നു വരുവാനും എനിക്ക് തോന്നുന്നത് വേദന സഹിക്കാൻ കഴിയുന്നൊരു സമൂഹമല്ല ഇന്നുള്ളത്. ചെറിയ വേദന വന്നാൽ നമ്മളെല്ലാവരും പാരസെറ്റാമോൾ അല്ലെങ്കിൽ വേദന സംഹാരി ഉപയോഗിക്കും. ഈ വേദന സംഹാരിയാണ് കിഡ്നി, ലിവർ രോഗങ്ങളുടെ അടിമകളായി നമ്മളെ മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുലഭമായി ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും ഒരു വേദന പറഞ്ഞാൽ നമുക്ക് ഉടനെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടും. അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇന്നത്തെ ലോകത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംവിധാനത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. 2024 മെയ് 12-ാം തീയതി നമ്മൾ ആരംഭിച്ച ഒരു പ്രയാണമാണിത്. മുക്കോറ്റങ്ങൾ ഹോസ്പിസ് 2020 ഓഗസ്റ്റ് 15-ന് ബഹുമാന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു ശൂന്യതയിൽ നിന്ന് കേരളത്തിൻ്റെ സാമൂഹിക തലത്തിലേക്ക്
ഇട്ടുകൊടുത്തപ്പോൾ നമ്മളുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്നത് ഒന്നും കാണാത്ത ഒരു ശൂന്യത മാത്രമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഉയർന്നു വന്നു. നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 31ാമത്തെ യൂണിറ്റായി പയ്യന്നൂരിൽ PTH 2 വർഷം മുമ്പേ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ 2 വർഷക്കാലത്തെ നമ്മുടെ സഞ്ചാരത്തിനിടയിൽ, നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ട മനുഷ്യരുണ്ട്. 546 തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച 348 പേരെയാണ് ഈ 2 വർഷക്കാലത്തിനിടയിൽ നമ്മൾ പരിചരിച്ചത്. 1755 തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. 2813 തവണയാണ് ആ പ്രിയപ്പെട്ടവർക്കിടയിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അത്രയും സമയം അവരനുഭവിച്ച വേദനകൾ, അത്രയും തവണ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെ നമ്മളിങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അവർ യാത്രക്കിടയിൽ 148 പേർ നമ്മളിൽ നിന്ന് മരിച്ചുപോയി. ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം വിഭിന്നമായി നിൽക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ 148 പേർ മരിച്ചു പോയതിൽ 96 പേരെയും അവരുടെ വീടകങ്ങളിൽ നിന്ന്, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സോണിൽ നിന്ന് ഈ ലോകത്തെ അവസാനത്തെ യാത്ര നൽകാൻ, ആ ഒരു യാത്രയപ്പ് നൽകാൻ നമുക്ക് കഴിഞ്ഞു. വെറും 32 ആളുകൾ മാത്രമാണ് മരണസമയത്ത് ഏതെങ്കിലും തരത്തിൽ ആശുപത്രികളിലേക്ക് പോവേണ്ടി വന്നത്. അതിനിടയിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച മനുഷ്യർക്ക്, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വാന്തന പ്രവർത്തനങ്ങൾ മുഴുവൻ നൽകാൻ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. നേരത്തെ രവീന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞു, 22 വർഷക്കാലം സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ ഏറ്റവും ഒരു കാച്ചിക്കുറുക്കിയ 2 പദങ്ങൾ മാത്രമേ അദ്ദേഹം പ്രയോഗിച്ചുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വേദനിക്കുന്ന മനുഷ്യർക്ക് ഒരു മുഴുവൻ സമയം ഒരു സ്വാതന്ത്ര്യം നൽകാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. സംസാരിക്കുന്നത് പാലിയേറ്റീവ് വളണ്ടിയർമാരോടാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് എനിക്ക് ഞങ്ങൾ താഴത്ത് നിന്നിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതിനുള്ള ഒരവസരം നിങ്ങളെല്ലാം തന്നതിൽ വലിയ സന്തോഷമുണ്ട്. പാലിയേറ്റീവ് വളണ്ടിയർമാരായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് എന്താണ് സാന്ത്വന പരിചരണം എന്നതിനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പരിചരണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ പാലിയേറ്റീവ് പരിചരണത്തിൽ പോകുമ്പോൾ രോഗിക്കാണോ കൂടുതൽ ഗുണം കിട്ടുന്നത് അതോ സാന്ത്വന പ്രവർത്തകർക്കാണ്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന്
തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പരിചരണത്തിന് പോകുമ്പോൾ രോഗിക്കാണോ കൂടുതൽ ഗുണം ലഭിക്കുന്നത്, അതോ സാന്ത്വന പരിചരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കാണ്? ഉത്തരം പൊതുവെ രോഗികൾക്കാണ് എന്നാണ് നമ്മൾ പറയാം, അല്ലേ? വളരെ സന്തോഷമുണ്ട്. ഈ രോഗിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തകർക്ക് ഇതിൻ്റെ ഗുണം പിന്നീടല്ല അതേ നിമിഷത്തിൽ തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ആ രോഗി പരിചരണം കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടതില്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യാറുണ്ട്. ഉണ്ടോ? അതാണ് ഈ സാന്ത്വന പരിചരണത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അത് ചിലര് ദൈവത്തിൻ്റെ അനുഗ്രഹം, പ്രകൃതിയുടെ അനുഗ്രഹം എന്നൊക്കെ പറയുമെങ്കിലും ആധുനിക മനഃശാസ്ത്രത്തിൽ 1998 പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അടുത്തുള്ള ഈ ഹോട്ടലുകൾ ഉണ്ടാവുമോ, വെള്ളപ്പൊക്കം ഉണ്ടാവുമോ, മഴ പെയ്യോ, കൊടുങ്കാറ്റടിയോ, ഈ കാര്യത്തിനൊക്കെ സംശയമുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല, ഇല്ലല്ലോ? അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മസിലൊക്കെ ഒന്ന് വിട്ട് ഈ പാലിയേറ്റീവ് പ്രവർത്തനം എന്നത് ഗൗരവമായി മസിൽ പിടിച്ച് ചെയ്യേണ്ട സംഗതിയില്ല. കളിച്ചും ചിരിച്ചും ചിരിപ്പിച്ചും സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും മുന്നോട്ട് പോകേണ്ട ഒരു പ്രക്രിയ. നമ്മൾക്ക് എന്തിനും ഒരു എക്സ്ട്രാ ഉണ്ടായാൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി. അപ്പോ മസിൽ പിടിച്ചിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ചിരിച്ചാൽ, സന്തോഷിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് ഹോർമോണുകൾ ഉണ്ടാവും. വെറുതെ നമ്മൾ ചിരിച്ചാൽ, അതായത് മുഖത്തിന് പല ആളുകൾക്കും നിങ്ങൾക്ക് നാട്ടുപുറത്ത് കണ്ടാൽ അറിയാം, ആ കുട്ടിക്കാലം മുതൽ വയസ്സാവുന്നത് വരെ ഇങ്ങനെ മാത്രമേ നടക്കൂ. ഈ ചിരിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ്. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും നിങ്ങൾ എടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്. മനുഷ്യനല്ലാണ്ട് ഈ പല്ല് മുഴുവൻ പുറത്ത് കാണിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു ജീവി ഉണ്ടോ സാർ? സാറിന് നമ്മളെയൊക്കെ ഉണ്ടോ സാർ? ഇങ്ങനെ ഒരു അനുഗ്രഹിച്ച ഒരു സാധനം കിട്ടിയിട്ട് നമ്മൾ ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ മോശല്ലേ? അപ്പൊ പാലിയേറ്റീവ് പ്രവർത്തകർ ചിരിക്കാൻ കിട്ടുന്ന ചാൻസിൽ മുഴുവൻ ചിരിക്കണം എന്ന് മാത്രമല്ല, ചിരിപ്പിക്കാനും കൂടി ബാധ്യതപ്പെട്ട ആൾക്കാരാണ്, അല്ലേ? അപ്പൊ ചിരിപ്പിക്കാം. ഒന്നും എല്ലാവരും ഒരേപോലെ. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഒരു അല്ലെങ്കിൽ ദൈവത്തിൽ വെച്ച് നിൽക്കുന്നവരാണെങ്കിൽ ആ പ്രപഞ്ചനാഥൻ നൽകിയ ഒരു അനുഗ്രഹീതരായ ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈഗോ കൂടെ മാറ്റിവെച്ച് ഹാപ്പിനെസ് ഹോർമോണുകൾ സ്വന്തം വീടുകളിൽ ഉണ്ടാക്കി ചെല്ലുന്ന വീടുകളിൽ മുഴുവൻ ഹാപ്പിനെസ് ഹോർമോണുകൾ ഫില്ല് ചെയ്തു. നമ്മൾ ചെല്ലുന്ന സ്ഥലം മുഴുവൻ ഹാപ്പിനെസ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയൊക്കെ പറ്റുള്ളൂ? മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും? ഒരു ചോദ്യം. ഞാൻ പാലിയേറ്റീവ് കെയറിലേക്ക് വന്നതിന് ശേഷം എനിക്കിപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് ഈ നിമിഷം കുഴഞ്ഞു വീട് മരിക്കുക എന്ന് പറഞ്ഞാലും, ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഉള്ളിൽ ചാവുക എന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. സെലിബ്രേറ്റ് ചെയ്ത് മരിക്കാൻ, മരണം എന്നത് ഒരു പ്രശ്നമല്ലാതെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം കൂടി തരുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെതെന്നാണ് ഞാൻ